ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ ഫിസിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിലെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റിവൈസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം അറിയാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. അതിൽ നാലാമത്തെ FI യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റാണ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചു നിർത്തിയത്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അവിടെ നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്ത് വരുന്നത്? പാലിച്ച് വരുന്ന യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്ത് നമ്മൾ ഏതൊരു ക്വാണ്ടിറ്റി എഴുതിയാലും അതിൻ്റെ കൂടെ എന്തും കൂടെ ചേർത്താണ് എഴുതാറ്? അതിൻ്റെ FI യൂണിറ്റ് കൂടി ചേർത്താണ് എഴുതാറ്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ നീളം നമ്മൾ അളക്കുന്നു. അളന്ന് കിട്ടിയ നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അളന്ന് കിട്ടിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ നമ്മൾ വെറുതെ ലെങ്ത് ഈക്വൽ ടു 1.5 എന്ന് മാത്രമായിട്ട് പറയത്തില്ല. ഇവിടെ എന്തും കൂടി ചേർത്ത് കൊടുക്കും. FI യൂണിറ്റ് കൂടി ചേർത്ത് കൊടുക്കും. മീറ്റർ, 1.5 മീറ്റർ. ഇത്തരത്തിലാണ് ഇനി നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് പഠിക്കണം? FI യൂണിറ്റിനകത്ത് ഏതെല്ലാം ക്വാണ്ടിറ്റികളാണ് അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ FI യൂണിറ്റിനകത്ത് എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ട്? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുണ്ട്. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു what are the 7 fundamental quantities and what are the FI units of that fundamental quantities. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ FI യൂണിറ്റുകൾ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് നമുക്കൊരു പട്ടിക പോലെ എഴുതാം. ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് നമ്മളിവിടെ എഴുതും. രണ്ടാമത്തെ കോളത്തിലായിട്ട് നമുക്കതിൻ്റെ യൂണിറ്റ് എഴുതാം. യൂണിറ്റ് എന്താണ്? മൂന്നാമത്തെ കോളത്തിനകത്ത് നമുക്ക് ആ യൂണിറ്റിന് ഉപയോഗിക്കുന്ന സിമ്പൽ ഏതാണെന്ന് എഴുതാം. സിമ്പൽ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താ? നമുക്കിപ്പം ലെങ്ത് 10 മീറ്റർ എന്നിങ്ങനെ ഫുള്ളായിട്ട് എഴുതാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? അതിന് സിമ്പൽ ഉപയോഗിക്കും. M എന്ന് പറയുന്നൊരു ലെറ്റർ മാത്രം ഉപയോഗിക്കും. ഇതിനെങ്ങനെ വായിക്കും? 10 m എന്നല്ല, പകരം 10 മീറ്റർ. പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ശരിയല്ലേ? അപ്പോൾ അതുപോലെ ഈ യൂണിറ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പലുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ 3 കോളം, ഈ ഒരു ടേബിള് വളരെ നന്നായിട്ട് എന്ത് ചെയ്ത് വയ്ക്കുക? പഠിച്ച് വയ്ക്കുക. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ആദ്യത്തെ 3 എണ്ണത്തെ പറ്റി നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് അറിയാം അല്ലേ? അതിൽ ഒന്നാമത്തത് മാസ്. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാ? മാസ്. മാസിൻ്റെ യൂണിറ്റുകൾ ഒരുപാടുണ്ടല്ലേ? അതിൽ FI യൂണിറ്റ് ഏതാ? മാസിൻ്റെ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ ഗ്രാം, കിലോഗ്രാം, മില്ലിഗ്രാം, അതുപോലെ ക്വിൻ്റൽ, ടണ്ണ്, അങ്ങനെ ഒരുപാട് യൂണിറ്റുകളുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? FI യൂണിറ്റ് മാത്രമാണ്. അത് മാത്രമേ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാസിൻ്റെ FI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. കിലോഗ്രാം അല്ലേ? അതിൻ്റെ സിമ്പൽ എന്താണ് നമുക്കറിയാം. സ്മോൾ ലെറ്റർ K, അതോടൊപ്പം സ്മോൾ ലെറ്റർ G, കിലോഗ്രാം സിമ്പൽ. ക്യാപിറ്റൽ എഴുതാൻ പാടില്ല. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാ? രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ലെങ്ത്. മാസായി ഒന്നാമത്തത് 2 ലെങ്ത്. ലെങ്ത്തിന് ഒരുപാട് യൂണിറ്റുകളുണ്ട് അല്ലേ? മീറ്റർ, സെൻറ്റിമീറ്റർ, കിലോമീറ്റർ, ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, മൈല്, അങ്ങനെ ഇഷ്ടം പോലെ യൂണിറ്റുകളുണ്ട്. അതിൽ FI യൂണിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആരെയാണ്? മീറ്ററിനെ. മീറ്ററിനെയാണ് FI യൂണിറ്റായിട്ട് ഉപയോഗിക്കാറ്. എന്താ അതിൻ്റെ സിമ്പൽ? സ്മോൾ ലെറ്റർ M ആണ് മീറ്ററിന് കൊടുക്കുന്ന സിമ്പൽ. അപ്പോൾ 2 എണ്ണമായി. ഇനി മൂന്നാമത്തത് ആരാ? മൂന്നാമത്തത് മാസ്, ലെങ്ത്, ടൈം. മൂന്നാമത്തെ ക്വാണ്ടിറ്റിയാണ് ടൈം. ടൈമിന് ഒരുപാട് യൂണിറ്റുകളുണ്ട്. മിനിറ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, ഹവർ ഉണ്ട്, ഡേ ഉണ്ട്, ഇയർ ഉണ്ട്. ഇതെല്ലാം ടൈമിൻ്റെ യൂണിറ്റുകളാണ്. പക്ഷേ അതിൽ FI യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? സെക്കൻഡ്. FI മാത്രമല്ല, നമ്മൾ മുമ്പ് പഠിച്ച ഏത് സിസ്റ്റം എടുത്താലും ടൈമിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയായിരുന്നു? സെക്കൻഡ് തന്നെയായിരുന്നു.
അതിൻ്റെ സിമ്പിൾ എന്ത്? സ്മോൾ ലെറ്റർ എസ്. അപ്പം 3 പഠിച്ചു. 4ാമത്തത് ഇലക്ട്രിക് കറണ്ട്. 4ാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപെയർ. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്മോൾ ലെറ്റർ എ തന്നെ എഴുതണം കേട്ടോ, കാരണം ഇതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അതൊരു പേരായി പോകും. അപ്പോൾ യൂണിറ്റ് എഴുതാൻ നേരത്ത് സ്മോൾ ലെറ്റർ തന്നെ എഴുതുക. പക്ഷേ അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ എ, ആംപെയർ. സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ എ. 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപെയർ. അടുത്തത് 5ാമത്തത് ഏതാ? ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ തീവ്രത എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പണ്ടത്തെ ഫിലമെൻറ്റ് ബൾബുകൾ കാണും അല്ലേ? ഈ ഫിലമെൻറ്റ് ബൾബിനും ഇപ്പോൾ ഉപയോഗിക്കുന്ന LED ലൈറ്റിനും ഒരേ ലൈറ്റ് ആയിരുന്നോ? ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്, ശരിയല്ലേ? നമ്മുടെ LED ലൈറ്റ് വളരെ നല്ല പ്രകാശം തരും, അതനുസരിച്ച് അതുപോലെ ഫിലമെൻ്റ് എന്ത് തരത്തില്ല? അത്രയും ലൈറ്റ് തരത്തില്ല. അപ്പോൾ ലൈറ്റിൻ്റെ അളവ്, അതാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ ബൾബിൻ്റെയൊക്കെ പരസ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എഴുതി വെച്ചിരിക്കും 40 വാട്ട് അല്ലെങ്കിൽ 80 വാട്ട് അല്ലെങ്കിൽ 20 വാട്ട്. ആ 20 വാട്ടിൽ 100 ലൂമിനസ് ലൈറ്റ് നമുക്ക് കിട്ടും എന്നൊക്കെ പറയും. പക്ഷേ ലൂമിനസ് അല്ല ഇതിൻ്റെ SI യൂണിറ്റ്. അതിൻ്റെ SI യൂണിറ്റ് ആരാണ്? കാൻഡില. എൻ്റെ SI യൂണിറ്റ് കാൻഡില. അതിൻ്റെ സിമ്പിൾ CD. സ്മോൾ ലെറ്റർ C, സ്മോൾ ലെറ്റർ D. CD ആണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. ഫുൾ ഫോം കാൻഡില. അപ്പോൾ 5 ആയല്ലേ? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത്രയും ഒക്കെ ആണല്ലോ. യൂണിറ്റ് ഓക്കെയാണേ. മാസ് കിലോഗ്രാം, kg, ലെങ്ത് മീറ്റർ m, ടൈം സെക്കൻഡ് f, ഇലക്ട്രിക് കറണ്ട് ആംപെയർ A, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില CD, R. ടെമ്പറേച്ചറും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? ടെമ്പറേച്ചറിന് പക്ഷേ നമ്മൾ ഒരുപാട് കേട്ടുള്ള യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, അതുപോലെ കെൽവിനുമുണ്ട്. പക്ഷേ SI യൂണിറ്റ് ആരാണ്? കെൽവിനാണ്. കെൽവിൻ എന്ന് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതണം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ K എഴുതി കഴിഞ്ഞാൽ അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരായി പോകും. പക്ഷേ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ K ആണ്. അപ്പോൾ ടെമ്പറേച്ചറും ആയി കെൽവിൻ. അടുത്ത 7ാമത്തെ ലാസ്റ്റ് വൺ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥത്തിൻ്റെ അളവ്. നിങ്ങൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ. MOLE മോൾ. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുമ്പം MOL മാത്രമേ ഉള്ളൂ. അവോയ്ഡ് ചെയ്യുക. വായിക്കുന്നത് രണ്ടും എന്ത് തന്നെയാണ്? മോളെന്ന് തന്നെയാണ്. പക്ഷേ എഴുതുമ്പോൾ ഫുൾ നെയിം MOLE മോളും സിമ്പിൾ MOL മോളും. ഈ 7 നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്? ഇത്തരം ക്വാണ്ടിറ്റികൾ, ഈ 7 ക്വാണ്ടിറ്റികൾ മറ്റൊരു ക്വാണ്ടിറ്റിയെയും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മറ്റു ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് ഈ ക്വാണ്ടിറ്റികളെ എന്ത് ചെയ്യാനും പറ്റത്തില്ല? പ്രൊഡ്യൂസ് ചെയ്യാനും ഉണ്ടാക്കുവാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ 7 നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റികൾ തന്നിട്ട് ഇതിൽ ഫണ്ടമെൻ്റൽ ആരാ, ഡിറൈവ്ഡ് ആരാ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? നമ്മളിപ്പോൾ ഡിറൈവ്ഡ് പഠിച്ചില്ല, ഫണ്ടമെൻ്റൽ മാത്രമേ 7 പഠിച്ചോളൂ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി തന്നിട്ട് അതിൽ ഫണ്ടമെൻ്റൽ ഏതാ, ഡിറൈവ്ഡ് ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈ 7 ഒഴിച്ച് ബാക്കി എന്ത് ചോദിച്ചാലും അത് ഏത് ക്വാണ്ടിറ്റിയാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി.
വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഇത് ഫണ്ടമെൻ്റൽ ആണോ ഡിറൈവ്ഡ് ആണോ എന്ന് ചോദിക്കുന്നു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണോ, അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണോ വെലോസിറ്റി എന്ന് ചോദിക്കുന്നു. നമ്മൾ നോക്കും 7 എണ്ണത്തിനകത്ത് എവിടെയെങ്കിലും വെലോസിറ്റി ഉണ്ടോ? ഈ 7 എണ്ണത്തിനകത്ത് എന്തില്ല? വെലോസിറ്റി ഇല്ല. സോ വെലോസിറ്റി എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണോ? അപ്പം നമ്മൾ നോക്കും ഡിസ്റ്റൻസ് ഈ 7 എണ്ണത്തിനകത്തുണ്ടോ? മാസ്, ലെങ്ത്, ടൈം, കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിനകത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നൊരു വാക്കില്ലല്ലോ. അപ്പോൾ അത് ഡിറൈവ്ഡ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവിടെ തെറ്റിപ്പോകും. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് തൊട്ടടുത്ത ചാപ്റ്ററിൽ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പഠിക്കും. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾക്ക് ആർക്കെങ്കിലും മീറ്റർ യൂണിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയേ. ദാ മീറ്റർ യൂണിറ്റ് ആയിട്ടുണ്ട്. ആരാ? ലെങ്ത്ത്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ലെങ്ത്താണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അതും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, മീറ്റർ ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. സോ ലെങ്ത്ത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റും. അതുകൊണ്ട് അതെന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അടുത്തൊരെണ്ണം പറയുന്നു ഡെൻസിറ്റി. ഈ 7 എണ്ണത്തിനകത്ത് വരുന്നവനല്ല ഡെൻസിറ്റി അല്ലേ? അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് നോക്കാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഈ ഒരു യൂണിറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? സോ ഇത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്, ഫണ്ടമെൻ്റൽ അല്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കി, കിലോഗ്രാമും മീറ്ററും ഭാഗിച്ചാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിട്ടിയത്. കിലോഗ്രാമും മീറ്ററും കണ്ടോ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ക്വാണ്ടിറ്റികൾ തന്നിട്ട് അതിനകത്ത് ഫണ്ടമെൻ്റൽ ഏതാ ഡിറൈവ്ഡ് ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതുപോലെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു 3 എണ്ണവും തരും. 4ാമത്തെ ക്വാണ്ടിറ്റി ഈ 7 എണ്ണം കൂടാത്ത ഏതെങ്കിലും പുതിയൊരു ക്വാണ്ടിറ്റിയും തരും. ഫോർ എക്സാമ്പിൾ മാസ്, ലെങ്ത്ത്, കറണ്ട്, വെലോസിറ്റി. ഇതൊക്കെയാണ് 4 ഓപ്ഷൻസ്. ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്ത്, കറണ്ട്, വെലോസിറ്റി. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആരായിരിക്കും? തീർച്ചയായും വെലോസിറ്റി. കാരണം എന്താ? മാസ്, ലെങ്ത്ത്, കറണ്ട് ഇത് 3ഉം ഫണ്ടമെൻ്റലാണ്. പുറത്ത് നിൽക്കുന്നത് ആരേ ഉള്ളൂ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയ വെലോസിറ്റി മാത്രം. സ്വാഭാവികമായിട്ടും ആരായിരിക്കും ഫൈൻഡ് ദ ഓഡ് വൺ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസറായിട്ട് പറയാം വെലോസിറ്റിയാണ് ആൻസറായിട്ട് പറയുക. ഓക്കെ ആണോ? അതുപോലെ ചോദിക്കാം, ഇങ്ങനെ ഓപ്ഷൻ തരാം, കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ. ഏതൊക്കെയാണ് ഓപ്ഷൻ? കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ, പിന്നെ ഒരു യൂണിറ്റും കൂടെ കൊടുത്തേക്കും. ഫോർ എക്സാമ്പിൾ ആ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ ഏതൊക്കെയാണ് 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ, മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. എങ്ങനെ കണ്ടെത്താം? മീറ്റർ പെർ സെക്കൻഡാണ് ആൻസർ. കാരണം കിലോഗ്രാമും സെക്കൻഡും കെൽവിനും ആരാണ്? SI യൂണിറ്റാണ്. ഏതിൻ്റെ SI യൂണിറ്റ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ്. മീറ്റർ പെർ സെക്കൻഡോ? മീറ്റർ പെർ സെക്കൻഡും SI യൂണിറ്റ് തന്നെയാണ്. പക്ഷേ ആരുടേതാ അത്? വെലോസിറ്റിയുടെ SI യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. അത് ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് 3ഉം ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്. ആരാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിന് വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അപ്പോൾ ഇത് 3ഉം ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്. പക്ഷേ ഇതെന്തല്ല? ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ല. സ്വാഭാവികമായിട്ടും ഇതാണ് ഓഡ് വൺ എന്ന് പറയുന്നത്, കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. തീർന്നില്ല. ഈ 7 എണ്ണം കൂടാതെ ഇനി ഒരു 2 ക്വാണ്ടിറ്റികളും കൂടെ നമ്മൾ പഠിക്കും. അതിനെ നമ്മൾ എന്തെന്നറിയപ്പെടും? സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി എന്നറിയപ്പെടും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഐഡിയ അനുസരിച്ച് ഇത് ഫണ്ടമെൻ്റലാണ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? ഈ 7 ക്വാണ്ടിറ്റികളും ഉപയോഗിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റെല്ലാ ക്വാണ്ടിറ്റികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പറയാൻ പറ്റണം. ശരിയല്ലേ? ഇത് ഫണ്ടമെൻ്റൽ അടിസ്ഥാനമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ബാക്കിയെല്ലാം നമുക്ക് പറയാൻ പറ്റണം. എന്നാൽ
ഇനി പഠിക്കാൻ പോകുന്ന രണ്ട് ക്വാണ്ടിറ്റികളെ ആരുപയോഗിച്ച് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആരെ ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റത്തില്ല? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ ഈ 7 ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത രണ്ട് ക്വാണ്ടിറ്റികൾ കൂടെയുണ്ട്. ആ രണ്ട് ക്വാണ്ടിറ്റികളെ നമ്മൾ ഏതിനകത്ത് ഉൾപ്പെടുത്തും? സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിക്കകത്ത് ഉൾപ്പെടുത്തും. സോ അത് ഏതാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മുടെ ഒന്നാമത്തെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ക്വാണ്ടിറ്റി തന്നെയാണ് ആംഗിൾ. രണ്ടാമത്തെ ക്വാണ്ടിറ്റിയും എന്ത് തന്നെയാണ്? ആംഗിൾ തന്നെയാണ്. വ്യത്യാസം, ഒന്നാമത്തത് പ്ലെയിൻ ആംഗിളും രണ്ടാമത്തത് സോളിഡ് ആംഗിളും. എന്താ പ്ലെയിൻ ആംഗിൾ? ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന ആംഗിൾ, അതായത് ഒരു ബുക്കിൽ പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന ആംഗിളാണ് പ്ലെയിൻ ആംഗിൾ. എന്ന് വെച്ചാൽ പണ്ട് നിങ്ങൾ പഠിച്ചു, രണ്ട് ലൈനുകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു, അതിനിടയ്ക്കാണ് എന്തുണ്ടാകുന്നത്? ആംഗിൾ ഉണ്ടാകുന്നത്. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ ആംഗിൾ. അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ട യൂണിറ്റ് ഏതായിരിക്കും? ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി, 30 ഡിഗ്രി, 15 ഡിഗ്രി, 45 ഡിഗ്രി. പക്ഷേ നമ്മുടെ പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്തല്ല? ഡിഗ്രി അല്ല. ഇതൊന്ന് ഓർത്ത് വച്ചേക്കണം, മറന്നു പോകല്, തെറ്റിപ്പോകരുത്. സാധാരണ നമ്മൾ ആംഗിളിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡിഗ്രിയാണ്. പക്ഷേ SI യൂണിറ്റ് എന്തല്ല? SI യൂണിറ്റ് ഡിഗ്രി അല്ല, പകരം റേഡിയനാണ്. റേഡിയൻ എന്താണെന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് പഠിക്കാം. റേഡിയൻ എന്താ? പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് റേഡിയൻ. അതിൻ്റെ സിമ്പിൾ എളുപ്പമാണ്. ആദ്യത്തെ 3 ലെറ്റർ അങ്ങ് എടുത്താൽ മതി. റാഡ്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് റേഡിയൻ, എൻ്റെ സിമ്പിൾ റാഡ്. അടുത്തത് സോളിഡ് ആംഗിൾ. ഈ ആംഗിളിൻ്റെ പ്രത്യേകത ഒരു സർഫസിൽ വരയ്ക്കാൻ പറ്റും അല്ലേ? സോളിഡ് ആംഗിൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു സർഫസിൽ വരയ്ക്കാൻ പറ്റത്തില്ല. അതൊരു 3 ഡയമെൻഷണൽ ആംഗിളാണ്. എന്താണ്? 3 ഡയമെൻഷണൽ ആംഗിളാണ്. ദാ നിങ്ങൾ കോൺ ഐസ്ക്രീം കണ്ടിട്ടില്ലേ? കോൺ ഐസ്ക്രീം ദാ ഇതുപോലെ ഇരിക്കും അല്ലേ? ഇതിനകത്ത് നമ്മൾ ഐസ്ക്രീം വയ്ക്കും. ദാ ഈ ഒരു അതിനകത്ത് വരുന്ന ഒരു 3 ഡയമെൻഷണൽ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. പറഞ്ഞാൽ ക്ലിയർ ആണോ? ദാ ഇതിനകത്ത് വരുന്ന ഇൻറ്റേർണലായിട്ട് വരുന്ന ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇതിനകത്തെ ആംഗിളിനെ നമുക്കൊരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. അപ്പോൾ ഇത്തരത്തിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റ് എളുപ്പമാണ്. ഇതിന് മുമ്പ് ഒരു FTEയും കൂടെ ചേർത്താൽ മതി. സ്റ്റെറേഡിയൻ. ക്ലിയർ ആണോ? അപ്പോൾ സോളിഡ് ആംഗിൾ ഈ സിമ്പിൾ, ഈ യൂണിറ്റ് എന്താ? സ്റ്റെറേഡിയൻ. എന്താ അതിൻ്റെ സിമ്പിളിന്? സിമ്പിൾ SR. ഇത്രയും മതി. അപ്പോൾ ഇത്രയുമാണ് രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ്. പ്ലെയിൻ ആംഗിൾ SI യൂണിറ്റ് റേഡിയൻ, സിമ്പിൾ റാഡ്. സോളിഡ് ആംഗിൾ SI യൂണിറ്റ് സ്റ്റെറേഡിയൻ, സിമ്പിൾ SR. ഇത് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല, പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് വേണം. ഈ ചാപ്റ്ററൊന്നും വേണ്ട, പക്ഷെ നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ ഡിഗ്രിയിൽ നിന്ന് എങ്ങനെ റേഡിയനിലേക്ക് മാറ്റാം, റേഡിയനിൽ നിന്ന് എങ്ങനെ ഡിഗ്രിയിലേക്ക് മാറ്റാം, ഈ ഒരു കാര്യം നമുക്കൊന്ന് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കണം. ഓക്കെ, എന്താ നമ്മളിവിടെ ഹെഡിങ് എഴുതിയിരിക്കുന്നത്? റേഡിയൻ അല്ലേ? തൊട്ടൊന്നും നമ്മൾ പറഞ്ഞു. എന്തിൻ്റെ യൂണിറ്റാണ് റേഡിയൻ എന്ന് പറയുന്നത്? ആംഗിളിൻ്റെ. എന്താ ആംഗിളിൻ്റെ? പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റാണ് റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഡിയൻ എന്താണ് എന്നാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. സപ്പോസ് എൻ്റെ കയ്യിലൊരു സർക്കിളുണ്ട്. ഇതാണ് നമ്മുടെ സർക്കിൾ. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. സ്മോൾ ലെറ്റർ R. ഇതാണ് അതിൻ്റെ സെൻറ്റർ. നമുക്ക് O എന്ന് കൊടുക്കാം. സെൻറ്റർ ഓഫ് സർക്കിൾ. ഈ സെൻറ്ററിൽ നിന്ന് A എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് ഞാനൊരു റേഡിയസ് വരയ്ക്കുന്നു. O എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്ന് A എന്ന് പറയുന്ന ആ സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ഞാനൊരു റേഡിയസ് വരച്ചു. അതുകൂടാതെ
ബി എന്ന് പറയുന്ന അടുത്ത ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തു. ആ പോയിൻറ്റും എവിടെ തന്നെയാണ്? സർക്കിളിലാണ്. ആ പോയിൻറ്റിലേക്കും സെൻറ്ററിൽ നിന്ന് ഞാനൊരു റേഡിയസ് വരച്ചു. ഈ രണ്ടകലവും തുല്യമാണ്. ആ രണ്ടകലത്തെയും എനിക്ക് എന്തെന്ന് വിളിക്കാം? റേഡിയസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ ഒ എന്ന് പറയുന്ന ലൈനിനും ബി ഒ എന്ന് പറയുന്ന ലൈനിനും ഇടയ്ക്കായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ആംഗിൾ പറയാൻ പറ്റും. ഈ ആംഗിളിന് ഞാൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. തീറ്റ ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്ക് പണ്ടേ അറിയാവുന്നതാണല്ലോ. എന്താ ആംഗിളിൻ്റെ ഇക്വേഷൻ? ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഓക്കെ, ഈ ഇക്വേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആദ്യത്തെ ഇക്വേഷൻ. മറക്കരുത്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. എന്താ ആർക്ക് ലെങ്ത്? ചാപമെന്ന് നമ്മൾ പറയും അല്ലേ. എന്താ ആർക്ക് ലെങ്ത്? ദാ എ തൊട്ട് ബി വരെയുള്ള ആർക്കാണ് ദാ ഇത്, ഈ വളഞ്ഞ വര ആർക്ക്, അതിൻ്റെ നീളമാണ്. എ തൊട്ട് ബി വരെയുള്ള ഈ വളഞ്ഞ വരയുടെ നീളമാണ് ആർക്ക് ലെങ്ത്. റേഡിയസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ തീറ്റ ആംഗിളിനെ എനിക്ക് എങ്ങനെ എഴുതാം? തീറ്റ ഈക്വൽ ടു ആ തീറ്റ ഉണ്ടാക്കുന്ന ആർക്ക് ലെങ്ത് ആണ് എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ്. സപ്പോസ് എ തൊട്ട് ബി വരെയുള്ള അകലം എൽ ആണെന്ന് വിചാരിച്ചു. എ തൊട്ട് ബി വരെയുള്ള ആർക്ക് ലെങ്ത് എത്രയാണ്? എൽ ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ, ആംഗിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി എന്താണ് 1 റേഡിയൻ എന്ന് നോക്കാം നമുക്ക്. എന്താണ് 1 റേഡിയൻ? 1 റേഡിയൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുക ഈ എല്ലും ആറും ഈക്വലാണെന്ന്. എല്ലും ആറും ഈക്വലാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എ തൊട്ട് ബി വരെയുള്ള അകലം ഒരു 2 മീറ്റർ, വലിയ സർക്കിളാണ്. എ തൊട്ട് ബി വരെയുള്ള അകലം 2 മീറ്റർ. അതുപോലെ ഒ തൊട്ട് ബി വരെയുള്ള ഈ റേഡിയസും 2 മീറ്റർ. കണ്ടോ, ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. എല്ലും 2 മീറ്റർ, ആറും 2 മീറ്റർ, രണ്ടും ഈക്വലായല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ തീറ്റ ഈക്വൽ ടു എല്ലിന് പകരം 2 മീറ്റർ ഡിവൈഡഡ് ബൈ റേഡിയസിന് പകരവും 2 മീറ്റർ ഈക്വൽ ടു ആൻസർ 1. മീറ്ററും ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ഇതൊരു ആംഗിളാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഏത് യൂണിറ്റ് കൊടുത്തു? റേഡിയൻ യൂണിറ്റ് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ നമുക്ക് 1 റേഡിയൻ ആൻസർ കിട്ടി. അപ്പോൾ എപ്പോഴാണ് ആംഗിൾ 1 റേഡിയൻ ആകുന്നത്? എല്ലും ആറും ഈക്വൽ ആകണം. എല്ലാരാ? ആർക്ക് ലെങ്ത്ത്. റേഡിയസ് ആരാ? ദാ ഈ ഒരു അകലം, സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്ക് സർക്കിളിലേക്കുള്ള ഒരു പോയിന്റിലേക്കുള്ള അകലമാണ് റേഡിയസ്. അത് രണ്ടും ഈക്വൽ ആയാൽ ആംഗിൾ എത്ര റേഡിയൻ കിട്ടും? 1 റേഡിയൻ. അപ്പോൾ എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് 1 റേഡിയൻ, അല്ലെങ്കിൽ ഡിഫൈൻ 1 റേഡിയൻ. ഒരു റേഡിയൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പറയും ഒരു റേഡിയൻ എന്ന് പറയുന്നത് ഒരു സർക്കിളിലെ സെൻറ്ററിലുള്ള ആംഗിളാണ്. ഒന്നുകൂടി, 1 റേഡിയൻ എന്ന് പറയുന്നത് സർക്കിളിലെ സെൻറ്ററിലുള്ള ആംഗിളാണ്. എപ്പോഴാണ് അത് 1 റേഡിയൻ ആകുന്നത്? ആർക്ക് ലെങ്ത്തും റേഡിയസും എന്താകുമ്പോൾ? ഈക്വൽ ആകുമ്പോൾ. ആർക്ക് ലെങ്ത്തും റേഡിയസും ഈക്വൽ ആകുമ്പോൾ ഈ നടുക്ക് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 1 റേഡിയൻ ആയിരിക്കും. സോ 1 റേഡിയൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ബോർഡിൽ എഴുതാം. വാട്ട് ഈസ് 1 റേഡിയൻ? എന്താ 1 റേഡിയൻ? ഇറ്റ് ഈസ് ദ ആംഗിൾ സബ്ടെൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുക, ഇരിക്കുക എന്നുള്ള മീനിങ് എടുത്താൽ മതി. ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ by an arc length equal to radius.
ഒന്നുകൂടി, എന്താ 1 റേഡിയൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ആംഗിളാണ് 1 റേഡിയൻ. പക്ഷേ ഇത് എപ്പോഴും 1 റേഡിയൻ ആവില്ല. എപ്പം മാത്രം? ആർക്ക് ലെങ്തും റേഡിയസും ഈക്വലായാൽ മാത്രം. അപ്പോൾ രണ്ടും ഈക്വലായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിളാണ് 1 റേഡിയൻ എന്ന് പറയുന്നത്. അതുപോലെ ആംഗിൾ കണ്ടെത്താനുള്ള ഈ ഇക്വേഷനും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അതിൻ്റെ SI യൂണിറ്റാണ് റേഡിയൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് ആംഗിളിൻ്റെ ഒരു പുതിയ യൂണിറ്റ് റേഡിയൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിഗ്രിയിൽ നിന്ന് എങ്ങനെ റേഡിയനിലേക്ക് മാറ്റാം, അതുപോലെ റേഡിയനിൽ നിന്ന് എങ്ങനെ ഡിഗ്രിയിലേക്ക് വരാം. പഠിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം ചോദിക്കുന്നു. അവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു 45 ഡിഗ്രിയാണ് ആംഗിൾ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യും. പക്ഷേ അങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള കുഴപ്പം, ഡിഗ്രിയിലിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. ഡിഗ്രിയിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് മാറ്റേണ്ടി വരും? റേഡിയനിലേക്ക് മാറ്റി മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള ബന്ധമെന്ന്. നോക്കിക്കോ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിലൂടെ നമുക്ക് രണ്ടും തമ്മിലുള്ള ബന്ധം നോക്കാം. ഞാൻ നേരത്തെ വരച്ച കണക്കൊരു സർക്കിള്. ഓക്കെ, അതിൻ്റെ സെൻറ്റർ O. കണ്ടോ, ഒരു സെൻറ്ററിന് ചുറ്റുമുള്ള ഫുൾ ആംഗിൾ എത്ര ഡിഗ്രിയാണ് അറിയാമല്ലോ? ഒരു സർക്കിളിൻ്റെ സെൻറ്ററിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി? 360 ഡിഗ്രിയാണ്. അതിനെ നമുക്ക് തൽക്കാലം എത്ര റേഡിയൻ ആണെന്നൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനെ ഞാൻ A എന്ന ഒരു പോയിൻ്റ് ഇവിടെ അടയാളപ്പെടുത്തി. കണ്ടോ, റേഡിയസ് 6. ഓക്കെ, ഈ ഒരു ഫുൾ സർക്കിൾ കിട്ടണമെങ്കിൽ, ഈ ഒരു ഫുൾ സർക്കിൾ കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ലൈൻ എവിടം വരെ പോകണം? കണ്ടോ, ഇതൊരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാവുന്നത്? 360 ഡിഗ്രി ആവുന്നത്. കണ്ടോ, ഇത് 360 ഡിഗ്രി. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു പോയിൻ്റ് A, ഇവിടെ ഒരു പോയിൻ്റ് B, ഇതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റ. ഇങ്ങനെയല്ലേ നമ്മൾ എടുത്തത്. ഇപ്പോൾ എൻ്റെ കുഴപ്പം എന്താ? ഈ ആംഗിൾ 360 ഡിഗ്രി ആക്കണം. 360 ഡിഗ്രി. ഇത് 360 ഡിഗ്രി ആക്കണമെങ്കിൽ Aയിൽ തുടങ്ങിയ ശേഷം അത് എങ്ങനെ വരണം? ഇതിൽ ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ തന്നെ വരണം. അതായത് Aയും Bയും ഈ പോയിൻ്റ് തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താ? Aയിൽ തുടങ്ങി ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരണം. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച കണക്ക് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ അല്ലേ, ഇതൊരിക്കലും 360 ഡിഗ്രി എന്ന് എഴുതരുത്. കാരണം ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഏതാണ്? റേഡിയൻ മെഷർമെൻ്റ് ആണ്, ഡിഗ്രി അല്ല. ഉറപ്പാണേ? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് റേഡിയൻ ആണ്, ഒരിക്കലും ഡിഗ്രി ആവത്തില്ല. ഓക്കെ, ശരി. ഇനി ആർക്ക് ലെങ്ത് നോക്കാം. ഈ ഒരു ഫുൾ ആംഗിൾ കവർ ചെയ്യണമെങ്കിൽ ആർക്ക് ലെങ്ത് എത്രയായിരിക്കണം? നോക്ക്, A എന്ന് പറയുന്ന പോയിൻ്റ് അല്ലേ ഈ പേനയുടെ ടിപ്പ് സൂചിപ്പിക്കുന്നത്? കണ്ടോ, ഈ ടിപ്പ് പോണ പോക്ക് കണ്ടോ? തീർച്ചയായും വന്നു. ഇപ്പോഴാണ് ഫുൾ ആംഗിൾ ആയത്. അപ്പോൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇതല്ലേ, ഇത് തന്നെയല്ലേ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ്. എന്താ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ? 2πr ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഡിയസ് എത്രയാണ്? 6. 6 മാറും ക്യാൻസൽ ചെയ്തു, ബാക്കി 2π റേഡിയൻ. കണ്ടോ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടിയ യൂണിറ്റാണ് റേഡിയൻ. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ ഈ ഫുൾ ആംഗിൾ 2π റേഡിയൻ ആണെന്ന്? ആ 2π റേഡിയൻ അല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച 360 ഡിഗ്രി. സോ ഈ ഒരു റിലേഷൻ മറക്കരുത്. 360 ഡിഗ്രിക്ക് തുല്യമാണ് 2π റേഡിയൻ. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എത്രയായിരിക്കും?
360 ഡിഗ്രി 2π റേഡിയൻ ആണെങ്കിൽ 1 ഡിഗ്രി എത്രയായിരിക്കും? ഇത്രയേ ഉള്ളൂ. ഇതാ 360 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഇൻറ്റു 1 ഡിഗ്രി എന്നാണ്. ശരിയാണോ? 360 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ? 360 ഇൻറ്റു 1 ഡിഗ്രി. 360 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 360 തന്നെയാണ്. 360 ഡിഗ്രി. അതാണ് 2π റേഡിയൻ എന്ന് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി സമം ഈ 360 പൊക്കിയെടുത്ത് സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ? ഇവിടെ 360 ഇൻറ്റു എന്നാണ് കൊടുത്തേക്കുന്നത്. സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാവും. സോ 1 ഡിഗ്രി സമം 2π/360 റേഡിയൻ. കേട്ടോ? ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ തീർന്നില്ല. 2ഉം 360 360 കൂടെ വെട്ടിക്രിയ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 1 ഡിഗ്രി സമം π/180 റേഡിയൻ എന്ന് കിട്ടും. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. 1 ഡിഗ്രി സമം π/180 റേഡിയൻ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ശരിയല്ലേ? എങ്ങനെയാണ് കിട്ടിയത്? ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ഒരു ഫുൾ കവർ അങ്ങ് എടുത്തു. അപ്പോൾ 2πr കിട്ടിയ റേഡിയസ് 6. അപ്പോൾ 2π റേഡിയൻ കിട്ടി. ആ 2π റേഡിയൻ തന്നെയാണ് ഇതിനകത്തെ ഫുൾ ആംഗിൾ. അത് ഡിഗ്രിയിൽ 360 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ 360 ഡിഗ്രി സമം 2π റേഡിയൻ. അതിൽ നിന്ന് 1 ഡിഗ്രി കണ്ടുപിടിക്കാൻ 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ 1 ഡിഗ്രി സമം 2π/360 റേഡിയൻ. 360 കൊണ്ട് വെട്ടിക്രിയ ചെയ്താൽ 1 ഡിഗ്രി സമം π/180 റേഡിയൻ. π/180 റേഡിയൻ. ഇത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ? അപ്പോൾ അതൊന്ന് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. 1 ഡിഗ്രി സമം π/180 റേഡിയൻ. ഓക്കെ, ഇത് നമുക്ക് കിട്ടുന്ന പോയിൻ്റ് ഇതാണ്. ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, കൺവേർട്ട് ഫ്രം ഡിഗ്രി ടു റേഡിയൻ. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ബൈ π/180. കണ്ടോ? ഒരു ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്. ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? റേഡിയനിൽ നിന്നും എങ്ങനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? റേഡിയനിൽ നിന്ന് എങ്ങനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? അതെങ്ങനെ നമുക്ക് നോക്കാം. 1 ഡിഗ്രി സമം π/180 റേഡിയൻ എഴുതി വെച്ചേക്കുന്ന കണ്ടോ? ഇതിനകത്തുനിന്ന് 1 റേഡിയൻ ഈക്വൽ ടു എന്ത് കിട്ടും? ശ്രദ്ധിച്ച് പറയണേ. ഈ ഇക്വേഷനിങ് എടുത്താൽ മതി. ഞാനിങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. 1 ഡിഗ്രി സമം π/180 റേഡിയൻ. ഈ സൈഡ് 1 ആകണം. ഈ സൈഡ് 1 ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകണമെന്നാണ് മീനിങ്. 180 അപ്പുറത്ത് പോകുമ്പോൾ മണ്ടയിലാവും, പൈ ഇപ്പുറത്ത് വരുമ്പോൾ താഴെയാവും. അപ്പോൾ എങ്ങനെയാവും? 180 മണ്ടയിലല്ലേ? 180 ബൈ പൈ താഴെ വരും, പൈ സമം ഇത്രയും ഡിഗ്രി എന്നല്ലേ മീനിങ്? 1 റേഡിയൻ. കേട്ടോ? ഒന്നുകൂടെ ഞാൻ ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ക്ലാസ്സിൻ്റെ സമയത്ത് ചോദിക്കണം. നോക്കാം. എഴുതിയിരിക്കുന്നത് എന്താ? 1 ഡിഗ്രി സമം π/180 റേഡിയൻ. എൻ്റെ ചോദ്യം എന്താ? ഒരു റേഡിയൻ എത്ര എന്നാണ്. ഒരു റേഡിയൻ എത്രയാണ്? ഇത്രയേ ഉള്ളൂ. 15 മാങ്ങയ്ക്ക് 150 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മാങ്ങയ്ക്ക് എത്ര രൂപ? എന്ത് ചെയ്യും? ഈ 15 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും, എന്നിട്ട് ഡിവൈഡ് ചെയ്യും. 150/15 രൂപ സമം 10 രൂപ എന്ന് കിട്ടും. കണ്ടോ? ഇതേ രീതിയാണ് നമ്മളും ചെയ്യുന്നത്. ഇവിടെ 15 മാങ്ങയ്ക്ക് പകരമാണ് π/180 റേഡിയൻ. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ ഒരു മാങ്ങ മീൻസ് ഒരു റേഡിയൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് അപ്പുറത്ത് കൊണ്ടുപോയി ഭാഗിക്കും. 15 അപ്പുറത്ത് കൊണ്ടുപോയി ഭാഗിച്ചില്ലേ, അതുപോലെ ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഭാഗിക്കും. ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഭാഗിക്കുന്നതിന് പകരം എന്ത് ചെയ്യും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത്ര മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നോക്കാം.
പൈ ഇനിപ്പുറത്ത് വരും. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ കിടക്കുന്ന പൈ സമത്തിൻ്റെ ഇപ്പുറത്തെത്തുമ്പോൾ ഡിനോമിനേറ്ററിലാവും. അപ്പോൾ എന്താവും? 1 ഇവിടെ ഉണ്ടല്ലോ, 1 ഭാഗം പൈ. ഇനിയോ അടിയിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 180 അങ്ങ് മണ്ടേ പോവും. മണ്ടയിൽ മുമ്പേ ആരുണ്ട്? 1 ഡിഗ്രി ഉണ്ട്. പിന്നെ ആരും കൂടെ വരും? 150 ഡിഗ്രിയും കൂടെ വരും. ഓക്കെയാണോ? അപ്പോൾ ഈ സൈഡിൽ ആര് മാത്രമാവും? 1 റേഡിയൻ ഈക്വൽ ടു 180/π ഡിഗ്രി. അപ്പോൾ ഒന്നുകൂടെ 1 റേഡിയൻ സമം 180/π ഡിഗ്രി. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ എഴുതിയത്? 1 ഡിഗ്രി സമം π/180 റേഡിയൻ. തിരിഞ്ഞു പോകല്. അതുപോലെ 1 റേഡിയൻ സമം, ഇത് നേരെ തിരിച്ചിടണം ഇവിടെ എത്തുമ്പം, 180/π ഡിഗ്രി. ഇതിന് നമുക്ക് എഴുതാം ടു കൺവേർട്ട് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്? നേരത്തെ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്കല്ലേ ചെയ്തേ? റേഡിയൻ ടു ഡിഗ്രി. റേഡിയൻ ടു ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ബൈ 180/π. കണ്ടോ? നേരത്തെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ എന്താവും? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിങ്ങനെയും പറയാം, ടു കൺവേർട്ട് ഫ്രം റേഡിയൻ ടു ഡിഗ്രി ഡിവൈഡ് ബൈ π/180. ഡിവൈഡ് ബൈ π/180. π/180 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമാണ് തിരിച്ചിട്ട് ഗുണിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഈ റിലേഷൻ മറക്കരുത്. ഇത് വെച്ച് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ കൺവേർഷൻ ചെയ്യാനുള്ളത്. സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 45 ഡിഗ്രി ഫ്രം ഡാഷ് റേഡിയൻ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റണം. എവിടെ? ഈ പോയിൻ്റാണോ? ഈ പോയിൻ്റാണോ? ഡിഗ്രി ടു റേഡിയൻ, അതാണ് ക്വസ്റ്റ്യൻ. ഡിഗ്രിയിൽ നിൽക്കുന്നതിന് റേഡിയനിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാ 45 × π/180 സമയം എത്ര ആൻസർ കിട്ടും? വെട്ടിക്രിയ ചെയ്യണം അല്ലേ? 45ഉം 180യും കൂടെ വെട്ടിക്രിയ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ π/4. കാരണം 45 × 4 180 എന്ന് പറയുന്നത്. ഓക്കെ, 35ഉം 180 കൂടെ വെട്ടിക്രിയ ചെയ്യുമ്പോൾ 4 π/4 റേഡിയൻ. കേട്ടോ? π/4 നമ്മുടെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം അല്ലേ? 45 ഡിഗ്രി എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഇത്രയാണ്: 45 × 1 ഡിഗ്രി. 1 ഡിഗ്രിയുടെ 45 മടങ്ങെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 10 മീറ്റർ എന്ന് വെച്ചാൽ എന്താ? 1 മീറ്റർ സ്കെയിലിൻ്റെ നീളം, അതിൻ്റെ എത്ര മടങ്ങ്? 10 മടങ്ങ് എന്നാണ് 10 മീറ്ററിൻ്റെ മീനിങ്. അത് ബേസിക് ഐഡിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്തേ. ഇനി നോക്ക്, ഈ 1 ഡിഗ്രിക്ക് പകരം അല്ലേ ഇത്ര എഴുതി വെച്ചേക്കുന്നത്? അപ്പോൾ 1 ഡിഗ്രി കിടക്കുന്ന സ്ഥാനത്ത് ഇത് എഴുതാം അല്ലേ? π/180 റേഡിയൻ എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ 45 × 1 ഡിഗ്രി കിടക്കുന്ന സ്ഥാനത്ത് നമ്മൾ എഴുതും π/180 റേഡിയൻ. വീണ്ടും വെട്ടിക്രിയ ചെയ്യുന്നു, ആൻസർ π/4 റേഡിയൻ തന്നെ കിട്ടും. അത്രയേ ഉള്ളൂ ഡിഗ്രിയിൽ നിന്ന് നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ശരി. നമുക്കിതുപോലെ തിരിച്ച് ചെയ്ത് നോക്കാം. റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലേക്ക് പറ്റുമെന്ന്. ക്വസ്റ്റ്യൻ ഇതാണ്: π/3 റേഡിയൻ സമം ഡാഷ് ഡിഗ്രി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഏതിനെ എങ്ങോട്ട് മാറ്റണം? റേഡിയനിൽ തന്നിട്ടുണ്ട്, അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിൻ്റാണോ രണ്ടാമത്തെ പോയിൻ്റാണോ നമുക്ക് വേണ്ടി വരുന്നത്? റേഡിയൻ ടു ഡിഗ്രി. ഇത് ഡിഗ്രി ടു റേഡിയൻ ആണ്, അതല്ല. റേഡിയൻ ടു ഡിഗ്രി ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. π/3 × 180/π. കണ്ടോ? ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും ചിലപ്പം, ഈ π/180 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതെ 180/π കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. റിസൾട്ടിനകത്ത് പൈ കാണുന്നത് റേഡിയനാണ്. ഡിഗ്രിയിൽ അങ്ങനെ പൈ കാണാറില്ല. ഓക്കെ ആണോ?
ഈ പൈ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ പൈ റേഡിയൻ മെഷർമെൻറ്റിനകത്തുള്ള പൈ ഇല്ലാതാവണമെങ്കിൽ ഒരു പൈ കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അടിയിൽ പൈ വരും. അടിയിൽ പൈ വരും മീൻസ് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈക്വൽ ടു പൈയും ക്യാൻസൽ ചെയ്തു. ബാക്കി 180/3 ഈക്വൽ ടു 3 6 3 18 60 ഡിഗ്രി. കണ്ടോ, ഇവിടെ വരുന്ന ആൻസർ 60. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? π/3 റേഡിയൻ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ മീനിങ്? π/3 ഇൻറ്റു ഒരു റേഡിയൻ എന്നല്ലേ? π/3 ഇൻറ്റു ഒരു റേഡിയൻ ആരാ? ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു റേഡിയന് പകരം ഇത്രയും എഴുതാം. അപ്പോൾ ഒരു റേഡിയൻ കിടക്കുന്ന സ്ഥാനത്ത് അതങ്ങ് കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും 180/π ഡിഗ്രി. പയ്യും പോയി 3യും 180യും കൂടെ വെട്ടി ബാക്കി 60 ഡിഗ്രി. അപ്പോഴും ആൻസർ തന്നെ. രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. ഇത് പെട്ടെന്ന് ആലോചിച്ച് എഴുതുന്നു, ഇത് അതിൻ്റെ ഐഡിയ ഒന്ന് നോക്കി എഴുതുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്കും റേഡിയനിൽ നിന്നും ഡിഗ്രിയിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. ഒന്നുകൂടെ ഒന്ന് ചെയ്യണോ? ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. പൈ റേഡിയൻ -ഡാഷ് ഡിഗ്രി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 270 ഡിഗ്രി -ഡാഷ് റേഡിയൻ. 2 ക്വസ്റ്റ്യൻ. ക്ലാസ്സിൻ്റെ സമയം നമുക്ക് കൂടുതൽ പ്രോബ്ലം ഞാൻ ഫോട്ടോ ആയിട്ട് അയച്ചു തരാം. അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ക്ലാസ്സിൻ്റെ സമയത്ത്. അപ്പോൾ ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല. അടുത്തത് പൈ റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. ഇത് ഡിഗ്രി ടു റേഡിയനാണ്. അപ്പോൾ റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യും? തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സമം പൈയും പോയി ബാക്കി 180 ഡിഗ്രി. ആൻസർ 180. ഇതോ 270 ഇൻറ്റു ഡിഗ്രി. ഒരു ഡിഗ്രി ആരാ? ഇതാ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്ക് മാറ്റാൻ പൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 180യും 270യും കൂടെ വെട്ടിക്രിയ ചെയ്യുന്ന സമയത്ത് 3 2 കിട്ടും. ഓക്കെ, അതായത് 90 കൊണ്ട് വെട്ടിയാൽ മതി. 2 × 90 180. 3 × 90 270. അപ്പോൾ വെട്ടിക്രിയ ചെയ്യുമ്പോൾ 3π/2 റേഡിയൻ എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് റേഡിയനിൽ നിന്നും ഡിഗ്രിയിലേക്കും ഡിഗ്രിയിൽ നിന്നും റേഡിയനിലേക്കും നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? കൺവേർട്ട് ചെയ്യാനുള്ളത്. എളുപ്പമാണേ. ഓക്കെ, ആംഗിളിൻ്റെ ചെറിയ യൂണിറ്റുകൾ എന്തൊക്കെയാണ്? അതായത് നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ച യൂണിറ്റ് അല്ലേ, അതല്ലെങ്കിൽ റേഡിയൻ, അതിനേക്കാൾ ചെറിയ യൂണിറ്റുകൾ. അപ്പോൾ വളരെ ചെറിയ ആംഗിളുകൾ നമുക്ക് ഡിഗ്രിയിലും റേഡിയനിലും ഒന്നും പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ ഏത് ഉപയോഗിക്കും? ഈ പറയുന്ന യൂണിറ്റുകൾ ഉപയോഗിക്കും. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് മിനിറ്റ്. രണ്ടാമത്തെ യൂണിറ്റാണ് സെക്കൻഡ്. ഇവിടെ ഡൗട്ട് വരും, മിനിറ്റും സെക്കൻഡും ഒക്കെ എങ്ങനെ? ടൈമിൽ ഉപയോഗിച്ച യൂണിറ്റ് അല്ലേ. അതേ പേരുകൾ നമ്മൾ എവിടെയും ഉപയോഗിക്കാറുണ്ട്. ആംഗിളിൻ്റെ യൂണിറ്റായും ഉപയോഗിക്കാറുണ്ട്. പഠിക്കാൻ എളുപ്പമാണ്. ഒരു ഡിഗ്രിയെ 60 ഭാഗങ്ങളാക്കുന്നു. ഇതാ 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്രയേ വരത്തുള്ളൂ. കണ്ടോ, ഇതിനുള്ള ചെറിയ യൂണിറ്റാണ് 1 ഡിഗ്രി. ആ ചെറിയൊരു ആംഗിളിനെ 60 കഷ്ണങ്ങളാക്കുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ വളരെ ചെറുതല്ലേ. ആ ചെറിയ ഓരോ ഭാഗത്തെയുമാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് സമയമല്ല, ആംഗിളാണ്. അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യേണ്ടി വരും. ടെക്സ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷനും കൂടെ പറയുന്നത്, കുറച്ച് സമയം എടുത്ത് പറയുന്നത്. ഓക്കെ, തെറ്റിപ്പോകരുത്. അപ്പോൾ സ്മോളർ യൂണിറ്റ്സ് ഓഫ് ആംഗിളാണ് നമ്മൾ നോക്കിയത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് മിനിറ്റ്. ഓർഡർ തെറ്റിപ്പോകല്ല, ആദ്യം മിനിറ്റ് തന്നെ പറയണേ. ഒന്നാമത്തെ മിനിറ്റ്. എന്താ മിനിറ്റ്? 1 ഡിഗ്രിയെ 60 ഭാഗങ്ങളാക്കിയതിൽ 1. സോ ഒരു മിനിറ്റ് നമ്മൾ ഇങ്ങനെ എഴുതും കേട്ടോ. മിനിറ്റ്, അതാ ഒരു വര കൊടുത്താൽ മതി. മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയെ 60 ഭാഗങ്ങളാക്കിയതിൽ 1. കണ്ടോ, 60ൽ 1 ഡിഗ്രിയെ വിളിക്കുന്ന പേരാണ് 1 മിനിറ്റ്. അല്ലെങ്കിൽ 60 മിനിറ്റുകൾ ചേരുമ്പോഴാണ് 1 ഡിഗ്രി ഉണ്ടാകുന്നത്. രണ്ടും സെയിം തന്നെയല്ലേ. ഈ 60 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 1/60 ആവൂലേ. 60 അങ്ങ് അപ്പുറത്ത് പോയാൽ പിന്നെ ഇവിടെ 1 ഉള്ളൂ. അതാണ് എഴുതി വെച്ചേക്കുന്നത്. 1 മിനിറ്റ് സമം 1/60 ഡിഗ്രി. അല്ലെങ്കിൽ 60 മിനിറ്റുകൾ ചേരുമ്പോഴാണ് 1 ഡിഗ്രി ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇതാ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, അങ്ങനെ 60 മിനിറ്റുകൾ ചേരുമ്പോൾ ഇതിനിടയ്ക്ക് 1 ഡിഗ്രി ആംഗിൾ ഉണ്ടാവും. ക്ലിയർ ആണോ?
അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ മിനിറ്റിൽ നിന്ന് ഡിഗ്രിയിലേക്ക് മാറ്റും, ഡിഗ്രിയിൽ നിന്ന് മിനിറ്റിലേക്ക് മാറ്റും എന്ന് നമുക്ക് ചിന്തിച്ചൂടെ? ഉദാഹരണം 45 മിനിറ്റ്, മിനിറ്റിന് പകരമാണ് ഈ മണ്ടിൽ ഒരു വര കൊടുക്കുന്നത് കേട്ടോ. സെക്കൻഡ് ആകുമ്പോൾ 2 വരയാവും. ഇത് ടൈമല്ല, ആംഗിളാണ്, മറക്കല്ല്. അപ്പം 45 മിനിറ്റ് എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? 1 മിനിറ്റ് 1/60 ഡിഗ്രിയാണ്. 1 മിനിറ്റ് 1/60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 45 മിനിറ്റ് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത്രയേ ഉള്ളൂ, 45 ഇൻറ്റു 1/60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ മിനിറ്റിനെ എങ്ങോട്ട് മാറ്റാൻ? ഡിഗ്രിയിലേക്ക് മാറ്റാൻ. മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്, ടു കൺവേർട്ട് ഫ്രം മിനിറ്റ് ടു സെക്കൻഡ്, മിനിറ്റ് ടു ഡിഗ്രി, തെറ്റിപ്പോയി. മിനിറ്റ് ടു ഡിഗ്രി, മിനിറ്റിൽ നിന്നും ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ 1/60, അല്ലെങ്കിൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നും പറയാനുണ്ട്, ഒന്ന് തന്നെയാണ്. അടുത്തത്, ടു കൺവേർട്ട് ഫ്രം ഡിഗ്രി ടു മിനിറ്റ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ നേരത്തെ 1/60 അല്ലേ, അതിൻ്റെ റെസിപ്രോക്കൽ നേരെ തിരിഞ്ഞ് വരും, 60. സോ ഈ 2 പോയിൻറ്റും മറക്കരുത്, പ്രോബ്ലം ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം ബുക്കിൽ. ഇത് എളുപ്പത്തിന് പഠിക്കാനുള്ള രീതി അടുത്ത് നമ്മൾ പറയും. സോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. രണ്ടാമത്തിലോട്ട് പോവാം. മിനിറ്റ് കഴിഞ്ഞു, സെക്കൻഡ് അടുത്തത്. ഓക്കെ, രണ്ടാമത്തത് സെക്കൻഡ്. ആംഗിളിൻ്റെ രണ്ടാമത്തെ ചെറിയ യൂണിറ്റാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ആദ്യത്തത് മിനിറ്റ് പഠിച്ചു, രണ്ടാമത്തത് സെക്കൻഡ്. എന്താണ് ഒരു സെക്കൻഡ് എന്ന് ചോദിക്കാം. എന്താണ് ഒരു സെക്കൻഡ്? വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഒരു ഡിഗ്രി ആംഗിളിനെ 60 കഷ്ണങ്ങളാക്കും. അതിലൊരു കഷ്ണമായിരുന്നു മിനിറ്റ്. ആ 1 മിനിറ്റിനെ വീണ്ടും 60 കഷ്ണങ്ങളാക്കും. 1 മിനിറ്റിനെ 60 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണത്തെയാണ് ഒരു സെക്കൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് എങ്ങനെ കിട്ടും? 1 മിനിറ്റിനെ 60 ഭാഗിക്കും. അതിലൊരു ചെറിയ പാർട്ടിനെയാണ് നമ്മൾ ഒരു സെക്കൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണേ? അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, 60 സെക്കൻഡുകൾ ചേർന്നതാണ് 1 മിനിറ്റ്. സമയം പോലെ തന്നെയാണല്ലേ. സെക്കൻഡിന് നമ്മൾ ഡബിൾ ഡാഷുകൾ ഉപയോഗിക്കും, 2 വര മണ്ടയിൽ. മിനിറ്റിന് 1 വരയും. 60 സെക്കൻഡ് ചേരുമ്പോഴാണ് 1 മിനിറ്റ്. ഓക്കെ ആണോ? ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടു കൺവേർട്ട് ഫ്രം സെക്കൻഡ് ടു മിനിറ്റ്. ടു കൺവേർട്ട് ഫ്രം സെക്കൻഡ് ടു മിനിറ്റ്. സെക്കൻഡിൽ നിന്ന് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്ലൈ ബൈ 1/60. മൾട്ടിപ്ലൈ ബൈ 1/60. അടുത്തത്, ടു കൺവേർട്ട് ഫ്രം തിരിച്ച് മിനിറ്റ് ടു സെക്കൻഡ്. മൾട്ടിപ്ലൈ ബൈ 60. ആകെ കൺഫ്യൂഷൻ ആകും അല്ലേ? സെക്കൻഡിലേക്ക് മിനിറ്റിലേക്ക് മാറ്റാൻ 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മിനിറ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മിനിറ്റിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് അങ്ങ് റേഡിയൻ ചോദിച്ചാലോ? സെക്കൻഡിൽ നിന്ന് റേഡിയനിലോട്ട് മാറ്റണമെങ്കിലുള്ള വഴി എന്താ? സെക്കൻഡിൽ നിന്ന് മിനിറ്റിലേക്ക് മാറ്റണം, മിനിറ്റിൽ നിന്ന് ഡിഗ്രിയിലേക്ക് മാറ്റണം, ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് മാറ്റണം. ഊപ്പാട് വരും അല്ലേ? അപ്പോൾ ഇത്രയും ഇങ്ങനെ പഠിക്കുന്നതിന് പകരമായിട്ട് ഇനി പറയുന്ന ആ ഒരു ചാർട്ട് നിങ്ങൾ നന്നായിട്ട് അങ്ങ് പഠിച്ചു വെക്കണം. ഓക്കെ, അതിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ആംഗിളിൻ്റെ എല്ലാവിധ കൺവേർഷനും ഈ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്ക്, ആരോ മാർക്ക് തെറ്റാതെ ഇടണം. റേഡിയൻ, ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്. കണ്ടോ? ആരോ മാർക്ക് താഴേക്ക് താഴേക്ക് താഴേക്ക്, ഇത് ആരോ മാർക്ക് മുകളിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക്. എന്തുവാ? റേഡിയനിൽ നിന്ന്
ഡിഗ്രിയിലേക്ക് മാറ്റാൻ ഈ ആരോ മാർക്ക് ഉണ്ടോ, എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ബൈ 180/π. ഡിഗ്രിയിൽ നിന്ന് മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഗുണിക്കണം. മിനിറ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് മാറ്റാൻ വീണ്ടും 60 കൊണ്ട് ഗുണിക്കണം. തിരിച്ച് സെക്കൻഡിൽ നിന്ന് മിനിറ്റിലോട്ട് ഇവിടെ 60 കൊണ്ട് ഗുണിച്ചെങ്കിൽ ഇവിടെ 1/60 റെസിപ്രോക്കലാക്കും. ഇവിടെ 60 1/60 180/πയുടെ റെസിപ്രോക്കൽ π/180. നമുക്ക് സെക്കൻഡിൽ നിന്ന് മിനിറ്റിലേക്ക് 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മിനിറ്റിൽ നിന്ന് ഡിഗ്രിയിലേക്ക് 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മിനിറ്റിൽ നിന്ന് റേഡിയനിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ എക്സ് മിനിറ്റ് എത്ര റേഡിയൻ എന്ന് ചോദിക്കും. എങ്ങനെ ചെയ്യും? എക്സ് ഇൻറ്റു, ഇനി നോക്ക്, മിനിറ്റ് റേഡിയൻ കണ്ടോ, മിനിറ്റ് എവിടെ കിടക്കുന്നതാ, മിനിറ്റിൽ നിന്ന് റേഡിയൻ. അപ്പോൾ നമ്മൾ എങ്ങനെ പോകും? മിനിറ്റിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മണ്ടേ ചാടും, ഡിഗ്രി. മിനിറ്റിൽ നിന്ന് ഡിഗ്രിയിലോട്ട് മാറ്റാൻ ഇൻറ്റു 1/60 കണ്ടോ, ഡിഗ്രി നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഡിഗ്രിയിൽ നിന്ന് എവിടെ ചാടണം? റേഡിയന് ചാടണം. ആരോ മാർക്ക് മണ്ടേക്ക് വീണ്ടും π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐഡിയ മനസ്സിലായോ? തിരിച്ച് റേഡിയനിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറ്റണം. ഇത് ആവശ്യം ഉണ്ടാകത്തില്ല, സെക്കൻഡിലേക്ക് മാറ്റാൻ തിരിച്ച് ആവശ്യം ഉണ്ടാവും. സെക്കൻഡിൽ നിന്ന് റേഡിയനൊക്കെ ആവശ്യം ഉണ്ടാവും. അടുത്തൊരു പ്രോബ്ലം നമ്മൾ പഠിക്കും, അടുത്തൊരു സെക്ഷൻ പഠിക്കുമ്പോൾ ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് നമുക്ക് ഇത് എന്ത് ചെയ്യണം, ലെവലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ റേഡിയനിൽ നിന്ന് സെക്കൻഡിലേക്ക് മാറ്റണം. നമ്മളപ്പോൾ എന്ത് പോകും? റേഡിയൻ കണ്ടോ സെക്കൻഡ് വരെ വരണം. അതാ ആരോ മാർക്ക് റേഡിയനിൽ നിന്ന് സെക്കൻഡിൽ വരുമ്പം ആദ്യം ഇപ്പോൾ എക്സ് റേഡിയൻ ആണെങ്കിൽ എക്സ് ഇൻറ്റു റേഡിയനിൽ നിന്ന് ഡിഗ്രിയിൽ വരാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിഗ്രിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് ചാടാൻ ഇൻറ്റു 60, മിനിറ്റിൽ നിന്ന് അടുത്ത സ്റ്റെപ്പായ സെക്കൻഡിലേക്ക് ചാടാൻ ഇൻറ്റു 60. കംപ്ലീറ്റ് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ വേണം കൺവേർഷൻ ചെയ്യാനുള്ളത്. ഒരു പ്രോബ്ലം സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. തന്നിരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 1920 ഇതെന്തോ 2 സെക്കൻഡാണ്, ഡബിൾ ഡാഷ് സെക്കൻഡാണ്. 1920 സെക്കൻഡ് സമം ഡാഷ് റേഡിയൻ. ചെയ്ത് നോക്കാം. ക്വാണ്ടിറ്റി എത്രയാണ്? 1920 ഇൻറ്റു, ഇനി നമ്മൾ നോക്കും സെക്കൻഡിൽ നിന്ന് റേഡിയനിൽ കയറണം. എവിടെയാണ് നമ്മളെ ടേബിൾ? സെക്കൻഡിൽ നിന്ന് മണ്ടേ കയറണം. സെക്കൻഡിൽ നിന്ന് മണ്ടേ കയറാനുള്ള ആരോ മാർക്ക് ഉണ്ടല്ലോ, മുകളിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം മണ്ടേലത്തെ സ്റ്റെപ്പ് കയറാൻ ഇൻറ്റു 1/60, അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാൻ ഇൻറ്റു 1/60, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വീണ്ടും ഇൻറ്റു π/180. ഇത് ചെയ്യുന്ന ആൻസർ എത്രയാണോ അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അതായത് 1920 ഇൻറ്റു π ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 180. ഇതെത്ര കിട്ടുന്നു അത്രയും റേഡിയനാണ് ആൻസർ. ഇതെനിക്ക് ചെയ്യാൻ വയ്യ, അത് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വല്ല പണിയും വേണ്ടേ? അപ്പോൾ ഇത് ചെയ്ത ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ 1920 സെക്കൻഡ് എന്ന് പറയുന്നത് ഇത്രയും റേഡിയനാണ്. എളുപ്പമല്ലേ ചെയ്യാൻ? ആ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ പ്രോബ്ലം ഇങ്ങനെയും ചോദിക്കാം. കട്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടക്കുക. 10 ഡിഗ്രി 50 മിനിറ്റ് സമം ഡാഷ് റേഡിയൻ. ഇതൊരു അവിയൽ പരുവത്തിനാണ്, 2 യൂണിറ്റും കിടപ്പുണ്ടല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം? ഇടത് സൈഡ് ഡിഗ്രിയും ഉണ്ട് മിനിറ്റും ഉണ്ട്. അതിന് രണ്ടിനെയും റേഡിയനിലേക്ക് മാറ്റണം. പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഇത് രണ്ടും സെയിം യൂണിറ്റ് ആക്കണം. സെയിം യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിലേക്ക് കയറാൻ എളുപ്പം എവിടെ നിന്നാണ്? ഈ സ്റ്റെപ്പിലേക്ക് അല്ലേ. ഡിഗ്രി എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നിന്ന് റേഡിയനിൽ കയറാനാണ് എളുപ്പം. അപ്പോൾ മിനിറ്റ് തന്നിരുന്നാലും സെക്കൻഡ് തന്നാലും അതിനെയെല്ലാം നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റും. ഓക്കെ, എന്നിട്ട് ഡിഗ്രിയിൽ നിന്ന് ഒരുമിച്ച് എവിടെ ചാടും? റേഡിയനിലേക്ക് ചാടും. നോക്കിക്കോ, ഈ ഭാഗം കണ്ടോ, 10 ഡിഗ്രി എന്ന് വെച്ചാൽ 10 എന്ന് പറയുന്നവൻ ഈ സ്റ്റെപ്പ് നിൽക്കുവാണ്. ഓക്കെ, 10 എന്ന് പറയുന്നവൻ ഈ സ്റ്റെപ്പ് നിൽക്കുവാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നിൽക്കുന്ന 10ന് മുകളിലോട്ട് ചാടണമെങ്കിൽ ഇൻറ്റു π/180 ആണ്. അപ്പോൾ ഇവനെ ഇൻറ്റു π/180 ആക്കുമ്പോൾ റേഡിയനിൽ കിട്ടും. പക്ഷേ ഇവൻ മാത്രമല്ലല്ലോ, ഇതാ കൂടെ അവനും കൂടെ ഉണ്ടല്ലേ, 50 മിനിറ്റ്. ഇവൻ നിൽക്കുന്ന ഏത് സ്റ്റെപ്പിലാണ്? മിനിറ്റ് എന്ന് പറഞ്ഞ ഈ സ്റ്റെപ്പിലാണ്, 50 മിനിറ്റിലാണ്.
ഇവന് ഇവിടെ ചാടാൻ പറ്റുമോ നേരെ? ഇല്ല. ഇവൻ ആദ്യം ഇവിടെ ചാടും, എന്നിട്ട് ഇവിടെ ചാടും. ക്ലിയർ ആണോ? ഉറപ്പാണോ? അപ്പോൾ ഇതിനെയും റേഡിയനിലേക്ക് മാറ്റും, ഇതിനെയും റേഡിയനിലേക്ക് മാറ്റും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, ഇവിടുത്തെ ആൻസർ ആവും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നോക്കിക്കോ, ഇവനിപ്പോൾ ഏത് സ്റ്റെപ്പിൽ നിൽക്കുക? 10 ഈ സ്റ്റെപ്പിൽ നിൽക്കുമല്ലേ, അവൻ അവിടെ നിൽക്കട്ടെ. ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവൻ ഏത് സ്റ്റെപ്പിൽ നിൽക്കുക? 50 മിനിറ്റ് ഈ സ്റ്റെപ്പിൽ നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവനെയും കൂടെ ഇപ്പുറത്ത് ചാടിച്ചിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് പോവുക. ക്ലിയർ ആണോ? സോ ഇത് 10 ഡിഗ്രി, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ 50 മിനിറ്റ് സമം 50 ഇൻറ്റു ഈ മിനിറ്റിന് എവിടെ ചാടണം? ഡിഗ്രി ചാടണം. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 1/60. 50 ഇൻറ്റു 1/60 ഡിഗ്രി ഈക്വൽ ടു 50 ഭാഗം 60. 0 വെട്ടിക്കളഞ്ഞാൽ 5 ഭാഗം 6. ഈ 5 ഭാഗം 6ൻ്റെ ആൻസർ ഏകദേശം എത്ര വരും? 0.83 ഡിഗ്രി. കണ്ട, 10 ഡിഗ്രി തന്നിട്ടുണ്ട്, അവൻ ഈ സ്റ്റെപ്പിൽ നിൽക്കുവാണ്. 50 മിനിറ്റ് തന്നിട്ടുണ്ട്, അവൻ പുറകിലത്തെ സ്റ്റെപ്പിലായിപ്പോയി. അപ്പം 50 മിനിറ്റിൽ നിന്ന് അവൻ ഡിഗ്രിയിലെ സ്റ്റെപ്പിലോട്ട് ചാടി. അപ്പോൾ എത്രയായി? 0.83 ആയി. ശരിക്കും പറഞ്ഞാൽ ഈ 50 മിനിറ്റ് തന്നെയാണ് 0.83 ഡിഗ്രി. അത് മറക്കല്ല്. ഇപ്പം ഈ സ്റ്റെപ്പിൽ ആരൊക്കെ ഉണ്ട്? നേരത്തെ 10 ഉണ്ട്, ഇപ്പോഴത്തെ 0.83 ഉണ്ട്. രണ്ടും ഡിഗ്രിയിലായത് കണ്ട, രണ്ടും ഒരേ യൂണിറ്റ് ആണെങ്കിലേ കൂട്ടാൻ പറ്റൂ. ഇത് തമ്മിൽ കൂട്ടാൻ പറ്റൂലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരെ ഒരേപോലെ ആക്കിയത്. ഈക്വൽ ടു 10.83 ഡിഗ്രി. ഇനി ചെയ്യാൻ പറ്റത്തില്ലേ? ഇവൻ എങ്ങോട്ട് മാറ്റണം? റേഡിയനിലേക്ക് മാറ്റണം. ഇവർ രണ്ടും ഒരുമിച്ച് നിൽക്കുമല്ലേ, ഒരുമിച്ച് ഈ സ്റ്റെപ്പിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു π/180. അപ്പോൾ 10.83 ഇൻറ്റു π/180. അപ്പോൾ ഡിഗ്രിയിൽ നിൽക്കുന്ന 10.83 ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റാൻ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ ഇതെന്ത് വരും? ആൻസർ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. 10.83 ഇൻറ്റു ടൈപ്പ് ചെയ്യാം നമ്മൾ. 10.83 ഇൻറ്റു പൈ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു EXP എന്ന് പറയുന്ന ബട്ടൻ്റെ മുകളിലായിട്ട് അത് ഷിഫ്റ്റ് EXP അടിക്കുമ്പോൾ പൈ കിട്ടും. അപ്പം ന്യൂമറേറ്റർ ചെയ്തു. 10.83 ഇൻറ്റു പൈ ഭാഗം ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ആൻസർ ഭാഗം അല്ലെങ്കിൽ 180. ഒറ്റ ടൈമല്ലേ ഉള്ളൂ, ബ്രാക്കറ്റ് വേണ്ട. ആൻസർ ഭാഗം 180 സമം 0.189 റേഡിയൻ. ഇതാണ് ആൻസർ. ഓക്കെ, അതായത് 10 ഡിഗ്രി 50 മിനിറ്റിനെ റേഡിയനിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി 8.9. അപ്പോൾ ഇത് ചെയ്യുന്ന മെത്തേഡ് കണ്ടോ? രണ്ട് സ്റ്റെപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ 2 സ്റ്റെപ്പിൽ നിന്നും ഡിഗ്രി നിൽക്കുന്നവൻ അവിടെ തന്നെ നിന്നു, മിനിറ്റിനെ കൂടെ ഇവിടെ എത്തിച്ചു, എന്നിട്ട് 2 കൊണ്ട് ഒരുമിച്ച് പോയി. ഇതാണ് ആ സ്റ്റെപ്പ് ചെയ്യുന്ന പ്രൊസീജിയർ. ഇനി തന്നിരിക്കുന്നത് മിനിറ്റ് സെക്കൻഡ്. ഇങ്ങനെ ആയിരുന്നെങ്കിലോ 10 മിനിറ്റ് നിൽക്കുന്നവനെ ആദ്യം ഡിഗ്രിയിലാക്കി ഇവിടെ വയ്ക്കും. മിനിറ്റ് നിൽക്കുന്നവനെ ഡിഗ്രിയിലാക്കാൻ എന്ത് ചെയ്യും? ദാ ഇൻറ്റു 1/60. അത് ഡിഗ്രിയിലായി. അധികം ദാ സെക്കൻഡ് നിൽക്കുന്നവനെയും കൂടെ ഡിഗ്രിയിലാക്കും. സെക്കൻഡ് നിൽക്കുന്നവനെ ഡിഗ്രിയിലാക്കാൻ എന്ത് ചെയ്യും? സെക്കൻഡ് നിൽക്കുന്നവനെ ഇൻറ്റു 1/60 ചെയ്യുമ്പോൾ ഡിഗ്രിയിലെത്തും. അപ്പോൾ ഈ ഒരു ടേബിളാണ് നമ്മൾ ഇതിനെല്ലാം ബേസ് ആക്കി നടത്തുന്നത്. എന്തായാലും പഠിച്ചേക്കണം, എളുപ്പമല്ലേ അത്? ഇനി നമ്മൾ ക്ലാസ്സിൻ്റെ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവനെയും കൂടെ ഡിഗ്രിയിലാക്കിയ ശേഷം രണ്ടും കൂടെ കൂട്ടി ആൻസർ എത്ര കിട്ടും അതിനെ ഒരുമിച്ച് റേഡിയനിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ.